തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ മഹാവിഷ്ണു ശില്പം പൊളിച്ചു മാറ്റിയതിൽ വിശദീകരണവുമായി തായ്ലൻഡ്. ശില്പം സ്ഥാപിച്ച സ്ഥലം മതപരമായ പ്രാധാന്യമുള്ള സ്ഥലമല്ലെന്നും സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്നുമാണ് വിശദീകരണം. തായ്ലൻഡിൽ വിഷ്ണു പ്രതിമ തകർത്തതിനെ ചൊല്ലി വിവാദം. തായ്ലൻഡ് സൈന്യം യന്ത്രസഹായത്തോടെ വിഷ്ണു പ്രതിമ തകർക്കുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇത് വലിയ രീതിയിലാണ് വിമർശനത്തിന് വഴിവെച്ചത്. 2014 തായ്ലൻഡിന്റെ അതിർത്തി പ്രദേശമായ ചോങ്ങാൻമായിലാണ് ശില്പം സ്ഥാപിച്ചത്. ഇന്ത്യ അടക്കം ശില്പം തകർത്തതുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി തായ്ലൻഡ് രംഗത്തെത്തിയത്. തർക്കമുള്ള തായ് കംബോഡിയ അതിർത്തി പ്രദേശത്താണ് ഈ പ്രതിമ സ്ഥാപിച്ചിരുന്നത്. പിന്നാലെ ഇതിന് അതിർത്തിയുടെ അടയാളമായി കംബോഡിയൻ സൈന്യം വിശേഷിപ്പിച്ചു. ഇതൊഴിവാക്കി ഭൂമിയിലെ പരമാധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ശില്പം പൊളിച്ചു മാറ്റിയതെന്നാണ് തായ്ലൻഡ് അറിയിച്ചിരിക്കുന്നത്. തായ്ലൻഡ് എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കംബോഡിയയും തായ്ലൻഡും സമാധാന ചർച്ചകളിലേക്ക് കടക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. തർക്കങ്ങളെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയായി കംബോഡിയൻ തായ്ലൻഡ് അതിർത്തി പ്രദേശം സംഘർഷഭരിതമാണ്. ഇതിനിടെയാണ് മഹാവിഷ്ണു ശില്പം തായ്ലൻഡ് നശിപ്പിച്ചതായി കംബോഡിയ ആരോപിച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.